നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ശാന്തന്മാർക്കടുത്തുള്ള പേത്തൊട്ടിയിലാണ്. ഈ വൈകിയ വേളയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണ് നമ്മുടെ തിരുതാളി നഴ്സറി, അതുപോലെ തന്നെ തിരുതാളി ഏലത്തോട്ടം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സജി സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി അനുഭവമൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിരുതാളി കൃഷി, അതായത് തിരുതാളി ഏലം കൃഷി വേനൽക്കാലത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ. നമസ്കാരം സജി സാറേ. നമസ്കാരം. ഒരുപാട് നാളായി നമ്മളൊരു ഏലം കൃഷിയെപ്പറ്റിയുള്ളൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ തിരുതാളി ഏലം. അപ്പോൾ ഇതിനെപ്പറ്റി മുമ്പും ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്നേരം പറഞ്ഞത് നമുക്ക് ഏറ്റവും മഞ്ഞുള്ളിടത്താണ് ഇത് ഏറ്റവും വലിയ ഫേവറബിളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ വേനൽക്കാലമായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു പരിപാലന രീതിയെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ വേനൽക്കാലത്തേക്ക്? ഇത് 2026 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് ഇന്ന്. അന്നേരം ഓരോ ചെടിയുടെയും ഓരോ തോട്ടത്തിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം എങ്ങനെ പരിപാലിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് വരുന്ന സീസണിലേക്ക് കായ്ഫലം പുറപ്പെടുവിക്കാൻ വളരെ റെഡിയായി നിൽക്കുന്ന ശരങ്ങൾ പുറത്ത് ചാടി ഏകദേശം 6 അടിയോളം ഉയരമുള്ള ശരങ്ങളൊക്കെ റെഡിയായി കായ് പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന തോട്ടമാണ്. ഇവിടെ നല്ല രീതിയിൽ ഇറിഗേഷൻ സൗകര്യം കൊടുക്കുകയും അതിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ നമുക്ക് ഈ സീസൺ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അതിന് ഞാൻ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ 1-2 തവണ ഇറിഗേഷൻ ജലസേചനം നടത്തുന്നു. പിന്നെ കായ് പൊഴിഞ്ഞു പോകാതിരിക്കാൻ, കായ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ജലസേചനവും വളപ്രയോഗവും ഉണ്ടെങ്കിൽ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ചൂട് അധികരിച്ച് കഴിയുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ഒരു ടോണിക്കുണ്ട്. അത് ഞാൻ മാസത്തിലൊന്ന് ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അന്നേരം ഈ കൊഴിഞ്ഞു പോകുന്ന ഡ്രോപ്പ് ആകുന്ന ആ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മണ്ണിലും ഇലയിലും ഒക്കെ ആയിട്ട് നമുക്ക് NPK വളങ്ങൾ, ഫോളിയാർ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ കായയുടെ വലിപ്പവും അതിൻ്റെ തൂക്കവും വർദ്ധിക്കുകയും നമുക്ക് നല്ലൊരു ഈൽഡ് ഈ വേനൽക്കാലത്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ വള്ളി ആയിട്ടില്ല, നമുക്ക് ഈ അടുത്ത് വരുന്ന മാസങ്ങളിൽ ഈ ഉൽപ്പാദനം കിട്ടാത്ത ഒരു സാഹചര്യമുള്ള ചെടികളാണെങ്കിൽ അമിതമായ ജലസേചനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അമിതമായ ജലസേചനം ചെയ്താൽ ഇപ്പോൾ ശരങ്ങൾ വെളിയിൽ ചാടുകയും അത് നമുക്ക് സംരക്ഷിക്കാൻ, ചൂട് കൂടുകയാണെങ്കിൽ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അന്നേരം നമ്മൾ ഓരോ ചെടിയുടെയും ഓരോ തോട്ടത്തിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പം ധാരാളം ഷെയ്ഡൊക്കെയുള്ള കൃഷിഭൂമിയാണെങ്കിൽ നനയുടെ ആവശ്യമേ ഇല്ല. അത് കൂടുതൽ നനച്ചു കഴിഞ്ഞാൽ ആ ഫംഗസിൻ്റെ അംശങ്ങൾ അവിടെ നിലനിൽക്കുകയും മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഫംഗൽ രോഗങ്ങൾ വരികയും ചിലപ്പോൾ പക്ഷേ ചെടി നശിച്ചു പോകാൻ വരെയുള്ള സാധ്യതകളുണ്ട്. മിതമായ ഷെയ്ഡും ഇതുപോലെ റെഡിയായി നിൽക്കുന്ന ചെടിയുമാണെങ്കിൽ നമ്മൾ അവനെ ആവശ്യമായ പരിപാലനം കൊടുത്തു കഴിഞ്ഞാൽ 2 എടുപ്പ് ആദായം നമുക്ക് എക്സ്ട്രാ കിട്ടും ഈ വേനൽക്ക്. അതാണ് നമുക്ക്. പിന്നെ ഈ ചെറിയ ചെടികളെയൊക്കെ ഈ സമയത്ത് നനയ്ക്കാവുന്ന ജലസേചനം ഉള്ളിടത്തെ വളപ്രയോഗം പ്രാക്ടിക്കലാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് വിജയകരമല്ല. ജലസേചനം കുറഞ്ഞ ഭൂമിയിൽ വളപ്രയോഗം കുറയ്ക്കുക. അന്നേരം ഈ ഉപ്പിൻ്റെ അംശം കൂടുതൽ ചെല്ലുമ്പം ചെടിക്ക് കൂടുതൽ ദാഹം ഉണ്ടാകും, അത് ചെടിയെ സ്ട്രെസ്സിലേക്ക് നയിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. ഓരോ തോട്ടത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അവന് വേണ്ടുന്ന പരിപാലന മുറകൾ പരീക്ഷിക്കാം. അതിന് ആദായം എടുക്കാവുന്നത് ആദായം എടുക്കുക, അപകടമില്ലാതെ സംരക്ഷിക്കേണ്ടത് അപകടമില്ലാതെ സംരക്ഷിക്കുക, റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കുക. ഓരോ തോട്ടത്തിലും ഉചിതമായ തീരുമാനങ്ങൾ കൃഷിക്കാരനാണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു വേനൽക്കാല പരിചരണത്തെ പറ്റിയാണല്ലോ ബേസിക്കായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ വേനൽക്കാലത്തും അല്ലെങ്കിൽ മഴക്കാലത്തും നമുക്ക് വേനൽക്കാലത്ത് ഉണക്കേക്കും, അതുപോലെ മഴക്കാലത്ത് അഴുകൽ വരും. എന്നിരുന്നാൽ തന്നെ നമുക്ക് കൃത്യമായ രീതിയിലൊരു കോമ്പിനേഷനിൽ വളം കൊടുത്താലാണല്ലോ ഇത് പിടിച്ചു നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം മിതമായ രീതിയിൽ വളങ്ങൾ കൊടുക്കാനുള്ള കോമ്പോസിഷനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുമോ? അഴുകൽ കൂടുതലുള്ള തോട്ടങ്ങളിൽ മഴക്കാലത്ത് വളപ്രയോഗം ഒട്ടും പ്രാക്ടിക്കലല്ല. അഴുകലിനെ അത് അധികരിപ്പിക്കും. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ വേനൽക്ക് നമുക്കൊരു 2 തവണയായിട്ട് NPK വളങ്ങൾ, വരുന്ന സീസൺ ആവശ്യമായ വളങ്ങൾ ഈ ചെടിയുടെ ചുവട്ടിലെത്തത്തക്ക രീതിയിൽ 2 ഡ്രഞ്ചിങ്ങിലൂടെ ആവശ്യത്തിന് രാസവളങ്ങൾ നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കുകയാണ്.
അതവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടു പോകാതെ സ്റ്റോക്ക് ചെയ്യുന്നു. പിന്നെ മിതമായിട്ട് ജലസേചനത്തിലൂടെ ചെടിയെ സംരക്ഷിക്കുന്നു. അങ്ങനെ അഴുകൽ ഭീഷണിയുള്ള തോട്ടങ്ങളിൽ ആവശ്യമായ രാസവളങ്ങൾ ഇപ്പോൾ തന്നെ ഈ വേനൽക്ക് തന്നെ അതിന് കൊടുത്തോണം. പിന്നെ ജൈവവളങ്ങളാണെങ്കിലും നമുക്ക് ഈ വേനൽക്ക് തന്നെ അതിൻ്റെ ചുവട്ടിൽ കൊടുത്ത് അവനെ നമ്മൾ ഹെൽത്തിയാക്കി സംരക്ഷിക്കുക എന്നുള്ളതാണ് വരുന്ന സീസൺ ആവശ്യമായ. പിന്നീട് എന്തെങ്കിലും ഷോർട്ടേജോ കുറവുകളോ വന്നു കഴിഞ്ഞാൽ ഫോളിയാർ സ്പ്രേയിലൂടെ ഇലയുടെ അടിയിൽ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയെ നമുക്ക് ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കാം. ഇതിൻ്റെ ചുവട്ടിൽ കൂടുതൽ രാസവളങ്ങൾ ചെല്ലുമ്പോഴാണ് അഴുകൽ അധികരിക്കുന്നത്. സാറേ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെടികളുടെ വേര്, അതായത് ചെടികളുടെ വയറാണ് മണ്ണ്. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും വേര് പരമപ്രധാനമാണ്. അപ്പോൾ ഈ വേര് സംരക്ഷണം സാറ് പറഞ്ഞാൽ വേനൽക്കൊക്കെ നമ്മൾ രാസവളം അമിതമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വേര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്ക് അതുപോലെ മഴക്കാലം വന്ന അഴുകിൽ കൂടാനുള്ള ചാൻസ് അല്ലേ അവിടെ കൂടുന്നത്. അപ്പോൾ ഡെനീസ് പറഞ്ഞതുപോലെ വയറെന്ന് പറയുന്നത് വേരെന്ന് അല്ല, വയറെന്ന് പറയുന്നത് ചെടിയുടെ ചുവടും ചെറുകുടലും ആണ് വേരുകൾ. ചെറുകുടലിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണ് ദഹന പ്രക്രിയ നന്നായിട്ട് പോകുന്നത്. അൾസറുള്ള കുടലുകാർ ഉള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ദഹനം ക്ലിയർ ആയിരിക്കുകയില്ല, അവൻ്റെ വയറുവേദന മാറിയിട്ട് ഒരിക്കലും സുരക്ഷിതനാകാൻ പറ്റിയില്ല. അന്നേരം ഈ അൾസർ വരാതെ ഏറ്റവും മെയിനായിട്ട് വേരുകളിൽ അൾസർ വരുത്തുന്നത് നിമാവര എന്ന ഒരു കീടമാണ്. അതുപോലെ തന്നെ വേരുപുഴുവിൻ്റെ ആക്രമണത്തിലൂടെ ഇങ്ങനെ ഡാമേജ് വരാം. പിന്നെ മീലിമൂട്ട എന്ന് പറയുന്ന ഒരു കൃമിയിലൂടെ ഇതിന് അപകടം വരുത്താം. അതായത് ഈ 3 കീടാണുക്കളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ നിമാവരയ്ക്കായിട്ട് ഫ്ലൂപൈറം എന്ന കെമിക്കൽ ഉപയോഗിക്കാം. പിന്നെ ഈ വേരുപുഴുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഈ കാറ്റാപ്പ് സൈപ്പർ മുതലായ കെമിക്കൽ ഉപയോഗിക്കാം. പിന്നെ മിഡായ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മീലിമൂട്ടയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന കീടനാശിനികൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അത് ഉപയോഗിച്ച് ഈ വേനൽക്ക് ഇതിൻ്റെ വേര് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ വരുന്ന സീസണിൽ ഇതിന് ഫലപ്രദപിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ വേരുകൾ വ്രണം വന്ന വേരുകളാണെങ്കിൽ അടുത്ത മഴയോടുകൂടി അത് ഫിസേറിയത്തിലേക്ക് അഴുകലിലേക്ക് മാറി ഇത് അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചെടി നിലനിന്നാൽ പോലും അതിൻ്റെ ഉൽപ്പാദനം ഒരു 30% 40% മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചെടിയുടെ ഒരു നെടുന്തൂണെന്ന് പറയാം ഏറ്റവും എസെൻഷ്യലായിട്ടൊരു മൂലകമാണ് കാൽഷ്യം. അപ്പോൾ ഇതിനെ പ്രൊവൈഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ തോട്ടത്തിൽ ചെയ്യാറ്? ഏറ്റവും കൂടുതലും കാൽഷ്യം ലഭിക്കുന്ന സ്രോതസ്സ്, അത് കൊടുക്കുന്ന സമയങ്ങൾ, ഇതിനെപ്പറ്റി. നമ്മൾ ഈ മുട്ടയുടെ ഷെല്ല് ഉപയോഗിച്ചാൽ അതിനകത്ത് 86% കാൽസ്യമാണ്. നിസ്സാര തോതിൽ മഗ്നീഷ്യവും ഫോസ്ഫറസും ഉണ്ട്. ഈ മുട്ടയുടെ ഷെല്ല്, ഹാച്ചറിയിൽ നിന്ന് വരുന്ന ഷെല്ല് ഉപയോഗിച്ചാൽ നമുക്ക് പ്രകൃതിദത്തമായ കാൽസ്യം ലഭിക്കും. എന്നാൽ നമ്മൾ കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുമ്മായത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മണ്ണിൽ അത് അസിഡിറ്റിയെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുകയും ആ കുമ്മായത്തിലൂടെ ബാക്കിയുള്ള ഈ നമ്മളൊരു ബ്ലാക്ക് ബോർഡിൽ ഫുള്ളായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കുമ്മായത്തിലൂടെ നടക്കുന്നത്. അന്നേരം മണ്ണിലുള്ള കുറേ മൂലകങ്ങൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. കാൽസ്യം അവശേഷിപ്പിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പിന്നീട് പുതുതായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കുമ്മായ പ്രയോഗത്തിലൂടെ നമുക്ക് ആ കാൽസ്യത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ആ വീരം നിലനിർത്തണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ NPK വളങ്ങളും മറ്റ് മൂലകങ്ങളും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മണ്ണിനെ സമ്പുഷ്ടീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ജൈവമായ ഈ എഗ്ഗിൻ്റെ ഷെല്ല് അത് ഉപയോഗിക്കുകയാണെങ്കിൽ വർഷത്തിൽ 2 തവണ വരെ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ നമുക്ക് ഈ മണ്ണിലെ കാൽസ്യത്തിൻ്റെ അളവ് നിലനിർത്തുകയും നമുക്ക് ഈ ന്യൂട്രാക്കുന്ന ആ അപകടമില്ല. ഇത് സ്ലോ റിലീസാണ്. ചെടി ഹെൽത്തി ആയിക്കൊണ്ടിരിക്കും. മണ്ണിലെ pH കറക്റ്റായിട്ട് നിലനിർത്താനുള്ള ഒരു ഉപകാരപ്രദമായ വളമാണ് ഈ എഗ് മീൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. പിന്നെ സാറേ, നമുക്ക് ഒരു കാര്യം കൂടെ അറിയാണ്ട്, വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കീടാക്രമണം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള മരുന്നുകളാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? നമുക്ക് തണ്ടുതുരപ്പനൊക്കെ ഒരു പരിധി വരെയേ നമ്മളെ ഉപദ്രവിക്കുന്നുള്ളൂ. ഈ
ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഉൽപ്പാദന നഷ്ടം വരുത്തിയത് ത്രിപ്സിൻ്റെ ആക്രമണമാണ്. ചൊറി കയറും അല്ലേ? ചൊറി അതിൻ്റെ അവശിഷ്ടമാണ്. ത്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർഷകർക്ക് അറിയത്തില്ലാത്ത ഒരു അപകടമെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ജനറേഷൻ മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ ത്രിപ്സ് ചത്തുപോകും. പക്ഷേ ഇതിൻ്റെ മുട്ട നഷ്ടപ്പെട്ടു പോയെങ്കിൽ മാത്രമേ ഇത് നാമാവശേഷമാകുന്നുള്ളൂ. നമ്മൾ ഈ ന്യൂ ജനറേഷൻ മരുന്ന് ഉപയോഗിക്കുകയും അതിൻ്റെ മുട്ട അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. 8-10 ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വിരിഞ്ഞ് ത്രിപ്സ് ആകുകയാണ്. ഈ ത്രിപ്സിൻ്റെ ആക്രമണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊതുക് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവൻ്റെ സൂചി ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാൻ, അവൻ്റെ പൈപ്പ് അടഞ്ഞു പോകാതിരിക്കാൻ ഒരു എൻസൈം കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ ബ്ലഡ് വലിച്ചെടുക്കുന്നത്. ഈ ബ്ലഡ് വലിച്ചെടുത്ത ജീവൻ പോയി കഴിയുമ്പം ഇവൻ കുത്തുന്ന ഈ എൻസൈം നമ്മുടെ ശരീരത്തിൽ അലർജിയാവും. അതാണ് ചൊറിയുകയും തടിച്ചു വരികയും ചെയ്യുന്നത്. അതുപോലെ ഒരു പ്രക്രിയ നമ്മുടെ ഏലത്തിലും സംഭവിക്കുന്നുണ്ട്. ഈ ത്രിപ്സ് നീരൂറ്റി കുടിക്കുമ്പോൾ അവരവശേഷിപ്പിക്കുന്ന ഒരു വിഷദ്രാവകം അത് അവിടെ ഇരുന്നാണ് ഈ ചെടിയിൽ ഈ ചൊറിയായിട്ട് രൂപപ്പെടുന്നത്. അത് പുണ്ണ് പോലെയും എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുട്ടയും കൂടെ നശിപ്പിച്ച് കളയത്തക്ക രീതിയിലുള്ള പ്രയോഗങ്ങൾ. അത് നമുക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർക്ക് അതിന് പറ്റിയ മരുന്നുകളും കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. അത് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള മരുന്നടികൾ നിശ്ചിത സമയത്ത് കൊടുത്താൽ വേനൽക്ക് ത്രിപ്സിനെ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഉൽപ്പാദനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അളവിൽ നിലനിർത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പാദനം 1/3 കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത്ര നേരം നല്ല വേനൽക്കാല കൃഷിയെപ്പറ്റിയുള്ള അറിവുകൾ പറഞ്ഞത് സജി സാറിന് ഒരുപാട് നന്ദി. അപ്പോൾ സാറേ, വളരെ സന്തോഷം കേട്ടോ ഇത്രയും കർഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സാറിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാർമേഴ്സ് അഗ്ര രാജകുമാരി അവിടുത്തെ ആ ഒരു ഷോപ്പുകാർ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന കർഷകർക്കൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും സാറിന് കൈമാറാനായിട്ട് ഉദ്ദേശിച്ചത്. എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് പറയാമോ? ഇത് ഓപ്പൺ ചെയ്ത് എടുത്തു നോക്കിയോ. ഇത് അവരുടെ ഉണ്ടോ ഫാർമേഴ്സ് അഗ്രോ, ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് തന്നേക്കുന്നത്. ഇത് മൈക്രോ ന്യൂട്രിയൻ്റെ ഒരു കിറ്റാട്ടോ. ഓക്കെ, ഈ പ്രാവശ്യം തന്നു വിട്ടാണ്. ഇതിപ്പോൾ ഓർഗാനിക് രീതി ചെയ്യുന്നതുകൊണ്ട് ആ ഓർഗാനിക്കായിട്ട് തന്നേക്കുന്നതാണ്, കെമിക്കലല്ല. ഓക്കെ, സന്തോഷമായി. ഇത് എനിക്ക് എത്തിച്ചു തന്ന ഡെനീസിനും ഇത് കൊടുത്തു വിട്ട ഫാർമേഴ്സ് അഗ്രോയുടെ ടീം അംഗങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പം ഒരുപാട് നന്ദി. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ മറ്റ് മഴയൊക്കെ പെയ്തതിനും മറ്റ് എപ്പിസോഡുകളായിട്ട് ഞാൻ പറയാം. മഴക്കാലത്തിന് മുന്നോടിയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ആ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ സാറ് ചെയ്യുന്ന വളപ്രയോഗങ്ങളൊക്കെ അറിയാനൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ ഒരു സമയം കൊടുത്തതിന് ശേഷമുള്ള മാറ്റം ചെടികളിൽ അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരുപാട് നന്ദി.